മുരളി മുരളി ആര് ഹംസയാ? ഞാൻ മുരളിനെ അന്വേഷിച്ച് പുറത്തു പോയി അറിഞ്ഞു. ഞാൻ ഈ സൈക്കിൾ എടുത്ത് കറങ്ങാത്ത ലോകല്ല. ക്ലബ്ബിൽ പോയി, വായനശാലയിൽ പോയി. ഇന്നലെ രാത്രി വന്നില്ലേ? ആ ലേറ്റ് ആയി പോയി. നമ്മളമ്മ എത്ര ആളായിട്ടോ കണ്ടിട്ട്. താനങ്ങ് വയസ്സായല്ലോ. ആരാമത്തെ അല്ലസ്റ്റാ പിന്നെ പോലീസ് പിടിച്ച കാര്യമൊക്കെ പപ്പം പറഞ്ഞു കേട്ടോ. വന്ന് ഇറങ്ങണതിന് മുമ്പ് കാച്ചോ കള്ള സുവർ. വ്യാജ ടിക്കറ്റ് ഏതോ കള്ളന്മാർ അടിച്ചിറക്കി. അത് നമ്മളെ കയ്യിൽ വന്ന് വിട്ട്. ഞാനാണ് കുറ്റക്കാരൻ. ബസ്സിലെ ക്ലീനർ പണി ഒഴിവാക്കി ജാസ്തി പൈസ ഇട്ടാൻ ഇറങ്ങിയതാ. എന്നിട്ടിപ്പോ? ഇപ്പൊ ഞാൻ ഫ്രീയാ, യാതൊരു പണിയുമില്ല. പായ അന്നെ അന്വേഷിച്ച് കൊച്ചിയിലും കോയമ്പത്തൂരും ഇനി പോകാൻ ഒരു സ്ഥലം ബാക്കിയില്ല. അവിടെ നിക്കണം, നിന്നെ ഞാൻ അന്വേഷിക്കാത്ത അവിടെ ചൂടായിട്ടൊരു ബിരിയാണി വെള്ളം മതി. ഇവിടെ വെള്ളം കൊടുക്കേ. മേശം തുറക്കണോ, മേശ കൊടുക്കണോ. രണ്ടാമത്തെ മേശപ്പുറത്ത് 2 ചായയാണ് കേട്ടോ. ഇരിക്കണം സാറേ. നീയായിരുന്നോ? ജോലി തിരക്കായ എനിക്ക് പിന്നെ കണ്ണ് കാണില്ല. കുമാരൻ എന്നെയും കൊണ്ട് എവിടേക്കാ പോയത്? ചെറിയേട്ടൻ വലിയ ആളായല്ലോ വലിയേട്ടാ. പാർട്ട്നേഴ്സ് ഒക്കെ മിട്ടുമിട്ടുക്കന്മാർ, ജുബേ സ്വർണ്ണ വളയൊക്കെ ഇട്ട്. ആ കാഴ്ചക്ക് കൊള്ളാം. ഞാനും അവരുടെ കൂടെ കൂടാമെന്ന് തീരുമാനിച്ചു. എന്ന് വെച്ചാൽ അബ്കാരി ബിസിനസ്സിൽ പാർട്ട്ണറാകാൻ തീരുമാനിച്ചോ? ആ, ചെറിയേട്ടനെല്ലാം നോക്കുമല്ലോ. എനിക്ക് റിസ്ക് ഇല്ല, പണം മാത്രം കൊടുത്താൽ മതി. സുഖം. നീ വന്നേ പറയട്ടെ. ഞാൻ നിന്റെ വലിയേട്ടനാണെന്നുള്ള വല്ല ബോധം നിനക്കുണ്ടോ? എന്താ വലിയേട്ടാ? ഒരു ബിസിനസ് തുടങ്ങാൻ പോകുമ്പോ മൂത്ത ആളോടല്ലേ ആദ്യം അന്വേഷിക്കേണ്ടത്? അല്ല കുമാരേട്ടൻ. എന്ത് കുമാരേട്ടൻ? നിനക്ക് ദുബായി പോകാൻ വേണ്ടി ആ മൊയ്ത് ഹാജിയുടെ കയ്യും കാലും പിടിച്ച് 500 രൂപ ഞാൻ വാങ്ങി തന്നപ്പോ എവിടെയായിരുന്നു കുമാരേട്ടൻ? ദുബായി പോയത് ആ 500 രൂപ കൊണ്ടല്ല വലിയേട്ടാ. 500 കൊണ്ട് ബോംബെ വരെയാ പോയത്. ആ പോട്ടെ പോട്ടെ, കണക്കൊന്നും ഞാൻ പറയുന്നില്ല. നീ എന്താ കുമാരന്റെ കൂടെ കൂടാൻ തീരുമാനിച്ചത്? കള്ള് കച്ചവടം. കൊള്ളാം. എടാ, നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സിന് ചേർന്നതാണോ ആ കള്ള് കച്ചവടം? എന്റെ വലിയേട്ടാ, ഇന്ന് മന്ത്രിസഭയെ പോലും താങ്ങി നിർത്തുന്നത് ഈ അബ്കാരികളാണ്. മണ്ണാങ്കട്ട കാര്യം. അവൻ എന്റെ അനിയൻ തന്നെ. പക്ഷേ അവനെ പറ്റി നിനക്കൊന്നും അറിയില്ല. തമിഴ്നാട്ടിൽ നിന്ന് സ്പിരിറ്റ് കിടത്തി പോലീസ് പിടിച്ചു. കേസിൽ നിന്ന് ഊരാൻ വേണ്ടി അവനെ എത്ര ചെലവാക്കിയെന്നറിയോ? നിനക്ക് അറിഞ്ഞൂടാ, ഈ കുമാരൻ ഒരു കള്ളക്കടത്തുകാരനാ. അവന്റെ കൂടെ കൂടിയ നീയും നാളെ ഇരുമ്പഴിയുന്നു. ഞാനതിനൊന്നുമില്ല. ആ ജുബിട്ട് കിടക്കുന്ന കോമാളികളുടെ പണി എന്താ നിനക്കറിയോ? ഇല്ല. ഞാനായിട്ടൊന്നും പറയുന്നില്ല. അയ്യേ, എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഇപ്പറഞ്ഞില്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിന്റെ തൊട്ടടുത്തൊരു സ്ഥലമുണ്ട്. അവിടെ അന്തസ്സായിട്ട് ഒരു AC റെസ്റ്റോറന്റ് തുടങ്ങാം. നീ ഒന്നും അറിയണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. ലാഭം മാത്രം മാസാമാസം വന്ന് വാങ്ങിച്ചോണ്ട് പോയാൽ മതി. അതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എന്റെ കയ്യില് ഉള്ളത് നീ തന്നാ മതി. എടാ, ഒരു AC റെസ്റ്റോറന്റിന്റെ മുതലാളി എന്ന് വെച്ചാ നാട്ടിൽ നല്ല അന്തസ്സാ. വലിയേട്ടനുള്ളപ്പോ എനിക്ക് എന്താ പേടിക്കാൻ? ഓക്കെ, AC റെസ്റ്റോറന്റ്. ആ, നിനക്കെന്താ കഴിക്കാൻ വേണ്ട? അല്ലെങ്കിൽ വേണ്ട, വീട്ടിൽ ചെന്ന് രുക്കുവിനോട് പറഞ്ഞ് നിനക്ക് ആവശ്യമുള്ള വാങ്ങിച്ചു കഴിക്കേ. പിന്നെ ചെറിയ അടുത്തായിട്ട് വലിയ അടുപ്പൊന്നും വേണ്ട. എന്തേ? അവളും കുമാരനെ പോലെ തന്നെ പോക്കാ. ആഹാ, അമ്മാവനെപ്പോ വന്നു? ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. ഭരണവിവരത്തിന് നിനക്കൊരു കത്തയച്ചാലെന്താ? ഞാൻ അയച്ചിരുന്നല്ലോ. അതിങ്ങോട്ട് നിന്റെ തറവാടൊന്നും ചാവശ്ശേരിലുണ്ടല്ലോ. അമ്മായി പിണങ്ങി നിൽക്കുക. ഞാൻ വിളിച്ചിട്ടും കൂടെ വന്നില്ല. പിണക്കമൊക്കെ ഞാൻ അവിടെ വന്നിട്ട് മാറ്റും. എടാ, നീ ഇനി തിരിച്ചു പോണില്ല എന്ന് രുക്മിണി പറഞ്ഞല്ലോ, ശരിയാണോ? ശരിയാ. നീ കുമാരന്റെ കൂടെ എവിടേക്കാ പോയത്? അല്ല, ഈ സോപ്പും കമ്പിളി ഒന്നും കൊണ്ടുവന്നില്ലേ? എന്ത് കമ്പിളി? അവിടെ തണുപ്പുണ്ടെങ്കിലല്ലേ ഉള്ളൂ. മാത്രമല്ല എന്റെ നിറയെ സാധനങ്ങൾ ഈ കസ്റ്റംസുകാർ പിടിച്ചു. എനിക്ക് തരാതിരിക്കാൻ വേണ്ടി നീ നുണയൊന്നും പറയണ്ട. നിന്റെ തള്ള ദേവകി 3 മാസം രക്തവാദം പിടിച്ച് കിടന്നപ്പോ മരുന്ന് മേടിച്ചു കൊടുക്കാനും ശുശ്രൂഷിക്കാനും ഞാനേ ഉണ്ടായുള്ളൂ. അത് മറക്കണ്ട. മുരളിയുടെ അമ്മ എന്ന് പറഞ്ഞ അമ്മാവിന്റെ സ്വന്തം സഹോദരിയല്ലേ? മാത്രമല്ല, അമ്മ കിടന്ന സർക്കാർ ആശുപത്രിയില്ല. അറിയാൻ പാടില്ലാത്ത കാര്യത്തെ കുറിച്ച് വിസ്തരിക്കണ്ട. ഡോക്ടർമാർക്കും കമ്പൗണ്ടർമാർക്കും എത്ര രൂപയാ ഞാൻ എണ്ണി കൊടുത്തതെന്ന് നിനക്കറിയാമോ? അതുപോട്ടെ, കുപ്പിയൊന്നും കൊണ്ടുവന്നില്ലേ? കുപ്പി എനിക്കല്ല, ആ തഹസിൽദാർക്ക് കൊടുക്കാൻ. അയാളെ കൊണ്ടൊരു കാര്യം സാധിക്കാനുണ്ട്. കുപ്പിയൊന്നും വാങ്ങിച്ചില്ല അമ്മാവ. പിന്നെ എന്ത് പിണ്ണാക്കാടോ താൻ 7 കൊല്ലം കൂടിയിട്ട് വന്നപ്പോ കൊണ്ടുവന്നത്? അല്ല മുരളി, മുരളിക്ക് മുരിങ്ങാനത്തോരൻ ഇഷ്ടമല്ലേ? അല്ല, ഇനിയിപ്പോ എന്താ പരിപാടി? പരിപാടി അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല. എന്നാലും ചെറിയേട്ടൻ പറഞ്ഞ പോലെ അബ്കാരി തുടങ്ങാമെന്ന് വെച്ചു. അപ്പോ വലിയേട്ടൻ പറഞ്ഞു അത് വേണ്ടാന്ന്. ഒരു AC റെസ്റ്റോറന്റ് തുടങ്ങാമെന്ന് വെച്ചു. അതേതായാലും വളരെ നന്നായി. വലിയേട്ടുള്ളപ്പോ പേടിക്കാനൊന്നും ഇല്ലല്ലോ. മുരിങ്ങാത്തോന്നെ എനിക്ക് ഇഷ്ടാട്ടോ. എന്താ? അച്ഛനില്ലാത്ത നിന്നോട്
ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് സംസാരിക്കുകയാണെന്ന് വിചാരിച്ചാൽ മതി. എന്താ അമ്മാവ? നീ ഇപ്പൊ ഗൾഫിൽ പോയിട്ട് എത്ര കാലായി? 7 കൊല്ലം ആയല്ലോ. ആ. ഇതിനിടയില് നിന്റെ ചേട്ടന്മാർക്ക് ഒരുപാട് കാശ് നീ അയച്ചു കൊടുത്തിട്ടുണ്ടാവും. അത് ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ആ രൂപയിൽ നിന്ന് 1 രൂപയെങ്കിലും മുടക്കി ഇവരിൽ ആരെങ്കിലും നിന്റെ പേരിൽ എന്തെങ്കിലും ഒരു സാധനം മേടിച്ചിട്ടുണ്ടോ? ഞങ്ങളെ എല്ലാം ഒന്നല്ലേ അമ്മാവ? അല്ല, നിങ്ങൾ 3 പേരാ. കിട്ടിയതൊക്കെ അവന്മാർ സ്വന്തം തടി വീർപ്പിക്കാനല്ലേ ഉപയോഗിച്ചത്. മൂത്ത കള്ളന്റെ കൂടെ ചേർന്ന് നീ ഹോട്ടലിൽ തുടങ്ങാൻ പോയാൽ അവൻ നിന്നെ മുക്കും. എന്റെ വിശാലത്തിന്റെ കല്യാണത്തിന് 10 പവൻ സ്വർണത്തിന്റെ പണം അയച്ചു തന്നവനാ നീ. എന്റെ മോന് വിസ ഒപ്പിച്ചു കൊടുത്തവനാ നീ. ആ സ്നേഹവും നന്ദിയും എനിക്ക് നിന്നോടുണ്ട്. അതുകൊണ്ടാ പറയുന്നത്, നീ ഒരു പാവാ. അവന്മാര് നിന്നെ വിഴുങ്ങും. ഞാനത് വല്യേട്ടനോട്. ഇനി അവന്മാര് വിഴുങ്ങിയില്ലെന്ന് തന്നെ ഇരിക്കട്ടെ. ഈ ബിസിനസ് എന്ന് പറയുന്നത് എന്റെ കുഴപ്പം എവിടെയെന്നറിയാമോ? ചിലപ്പോ ഭീമമായ നഷ്ടം സംഭവിക്കും. ഒരു നഷ്ടവും വരാനിടയില്ലാത്ത ഒരു കാര്യം ഞാൻ നിന്നോട് പറയട്ടെ. പറയൂ. കയ്യിലുള്ള കാശ് കൊടുത്ത് ഒരു തെങ്ങും പറമ്പ് വാങ്ങിയിടുക. സ്ഥലത്തിനൊക്കെ മിനിറ്റ് വെച്ചല്ലേ വില കൂടുന്നത്. 1 കൊല്ലം കഴിഞ്ഞാൽ ഇരട്ടി വിലയ്ക്ക് വിൽക്കാം. ചാവശ്ശേരില് നല്ല 1-ാം തരം തെങ്ങും പറമ്പുണ്ട്. നീ അങ്ങോട്ട് വരണമെന്നേ ഇല്ല, ഞാൻ ഉണ്ടല്ലോ അവിടെ. എന്താ, നിനക്ക് എന്നെ വിശ്വാസമില്ലേ? അതുകൊണ്ടല്ല. മാസാമാസം തേങ്ങ വിറ്റ് പണം ഞാനിങ്ങോട്ട് എത്തിച്ചോളാം. അത് മേടിച്ച് കീസയിൽ വെക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. ശരിയാ, തെങ്ങുകളുടെ കാര്യത്തിൽ അമ്മാവനൊരു എക്സ്പേർട്ട് ആണെന്ന് വലിയേട്ടൻ തന്നെ പറയാറുണ്ടല്ലോ. അപ്പൊ ഞാൻ പറമ്പ് നോക്കട്ടെ. അതാ നല്ലതല്ലേ? ഇനിയിപ്പോ ഇതിൽ എത്ര സംശയിക്കാൻ എന്താ ഉള്ളേ? നീ വാ, കുപ്പിയില്ലെങ്കിൽ വേണ്ട, വല്ല സാരിയോ പെണ്ണിനെ വല്ലതും തന്നാ മതി. എനിക്ക് പോയിട്ട് തീർത്തിട്ടുണ്ട്, വേഗം വാ. വന്നേ. എന്താ? ഇങ്ങോട്ട് വന്നേ. ഞാൻ ആരാണെന്ന് അറിയാവോ നിനക്ക്? എന്റെ ചെറിയേട്ടൻ. അപ്പൊ നീ അത് പറഞ്ഞിട്ടില്ല. എടാ, ഒരമ്മയുടെ വയറ്റിൽ പിറന്നവരല്ലേ നമ്മൾ. അതെ. എന്റെ പാർട്ട്നേഴ്സിന്റെ മുമ്പ് വെച്ച് റേഞ്ച് പിടിച്ചോളാമെന്ന് നീ എനിക്ക് വാക്ക് തന്നല്ലേ? അതെ ചേട്ടാ, പക്ഷെ നീ അറബി നാട്ടിൽ പോയി അറബിയുടെ ആട്ടത്തൊപ്പ് സഹിച്ചു, കല്ല് ചുമന്നു, വെയില് കൊണ്ടു, അത് ചെയ്തു, ഇത് ചെയ്തു. ഇതൊക്കെ എന്തിനു വേണ്ടിയാ? ഈ നാട്ടിൽ വന്ന് ചായക്കട നടത്താനാ? ചേട്ടാ, ചായക്കട ഏലപ്പാറ കുടുംബക്കാർ ചായക്കടക്കാരാണ് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനാ? നാണമില്ലേടാ നിനക്ക്? ഇതിനാണോ നീ ഗൾഫിൽ പോയത്? ഇതിനാണോ കല്ല് ചുമന്നത്? ചേട്ടാ, ചായക്കട അല്ല ചേട്ടാ. ഒന്നും എനിക്ക് കേൾക്കണ്ട. റേഞ്ച് പിടിക്കുന്ന വിവരം പുറത്താരോടും പറയരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലേ? പുറത്താരോടും പറഞ്ഞില്ല, നമ്മുടെ വല്യേട്ടനോടല്ലേ പറഞ്ഞത്. എന്റെ പാർട്ട്നേഴ്സിന്റെ മുമ്പ് ഞാൻ നാണം കെട്ടില്ലേടാ. ചേട്ടാ, ചായക്കട അല്ല ചേട്ടാ, പറമ്പാ. പറമ്പോ? അതാവുമ്പോ റിസ്ക് ഇല്ല. എഴുന്നേറ്റിട്ട് ഞാൻ കിടക്കേ തന്നെ ഇരിക്കുകയായിരുന്നു. ചായ വരും വരും എന്ന് വിചാരിച്ച് ആരെയും കണ്ടില്ല. കുമാരേട്ടന്റെ കൂടെ റേഞ്ച് പിടിക്കാൻ മുരളി ഇല്ലെന്നറിഞ്ഞപ്പോ മൂപ്പരാരോടോ കാശ് കടം ചോദിക്കാൻ കാലത്ത് പോണെന്ന് പറഞ്ഞു. ആ തിരക്കിനിടെ ഞാൻ മുരളിയുടെ കാര്യം അങ്ങ് മറന്നു. ചായ ദാ അവിടെ വെച്ചിട്ടുണ്ട്, എടുത്തു കുടിച്ചോളൂ. അധ്യാപിക AEUക്ക് പ്രേമലേഖനം എഴുതി. റൂട്ടടക്കം ബസ് വിൽപ്പനയ്ക്ക്. റൂട്ടടക്കം ബസ് വിൽപ്പനയ്ക്ക്. ചെട്ടിക്കാവ് അമ്പലക്കടവ് റൂട്ടിൽ ഓടുന്ന സ്ഥിരം പെർമിറ്റുള്ള ബസ് വിൽപ്പനയ്ക്ക്. താല്പര്യമുള്ളവർ ഉടൻ സമീപിക്കുക. ഒന്നും ആലോചിക്കാനില്ല. ഇതൊക്കെ പഠിത്തം കാണിച്ചു തരുന്ന ഓരോ വയ്യാന്ന് കരുതിയാൽ മതി. ചേട്ടന്മാര് പറഞ്ഞത് ഞാൻ കേട്ടില്ല എന്ന ആക്ഷേപം ഉണ്ടാവും. അത്രയല്ലേ ഉള്ളൂ. അത് സാരല്ല. പെട്ടെന്ന് പേരെടുക്കാൻ പറ്റിയ ഒരേ ഒരു ഏർപ്പാടാണിത്. ഒരു ബസ് ഓണർ എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഇപ്പൊ വെയിറ്റ്? പോരാത്തതിന് ഗൾഫ് പോണതിന്റെ മുന്നേ കണ്ടക്ടർ ലൈസൻസ് എടുത്ത ആളല്ലേ മുരളി? ക്ലീനർ പണിക്ക് ഞാനും ഇല്ലേ? കണ്ടക്ടർ ആകാനൊന്നും ഇനി ഞാനില്ല. വേണ്ട, ഉള്ള വില എന്താ, നമുക്ക് വേറെ ആളോക്കാം. ഇവിടെ പുതിയ ബസ് വാങ്ങിയിട്ട് റൂട്ടിന് വേണ്ടി ആളുകൾ ക്യൂ നിൽക്കുക. ആ സമയത്താണ് റൂട്ടടക്കം ബസ് കിട്ടണത്. ഭാഗ്യം കണക്കാക്കിയാൽ മതി. ബസ് ചിലപ്പോ പഴയതായിരിക്കും, പക്ഷെ റൂട്ടിനാണുള്ള വില. പിന്നെ നമുക്ക് പുതിയ ബസ് ബുക്ക് ചെയ്യും ചെയ്യാലോ. എന്തായാലും
നമുക്ക് ചെട്ടിക്കാവ് വരെ ഒന്ന് പോയി നോക്കാം അല്ലേ? പോയി നോക്കാം. നല്ല പുള്ളിങ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴത്തെ ഏത് എഞ്ചിൻ വേണേലും എടുത്തു നോക്കിക്കോ, ഇത്രയും കണ്ടീഷനായിട്ട് കിട്ടൂല. എനിക്കിത് നോക്കി നടത്താൻ നേരമില്ലാത്തോണ്ടാ. വില ഇത്തിരി കൂടുതലല്ലേന്ന്. കാര്യം ഈ സീറ്റൊക്കെ കീറിയിട്ടുണ്ട്. പിന്നെ മുകൾ വശത്തൊക്കെ ചില്ലറ പണികളൊക്കെ ഉണ്ട്. അതൊക്കെ ചില്ലറ പണികളല്ലേ. റൂട്ട് അടക്കം ഒരു ബസ് ഇതിൽ കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് എവിടെ കിട്ടും? അല്ല, എന്നാലും വരൂ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. അങ്ങനെ തന്നിഷ്ടപ്രകാരം കാര്യം നടത്താനായിരുന്നു ഉദ്ദേശമെങ്കിൽ AC റെസ്റ്റോറന്റ് തുടങ്ങാമെന്ന് നീ സമ്മതിച്ചത് എന്തിനാ? എന്നെ കൊച്ചാക്കാനും. വെല്ലേട്ടൻ കുടുംബനാഥനാ. അദ്ദേഹത്തിന്റെ വാക്ക് നീ തട്ടിക്കളഞ്ഞില്ല, എനിക്ക് വിഷമം. ബസ്സിന്റെ കാര്യം എല്ലാവർക്കും ഇഷ്ടാവുന്നാ ഞാൻ വിചാരിച്ചത്. ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഉറപ്പിച്ചു പോയി, ഒരാഴ്ചയ്ക്കാൻ ബസ് ഇറക്കണം. നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യേ. എന്താ വല്യേട്ടാ, ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ സുനിത മോൾക്ക് നാളെ ഒരു കല്യാണാലോചന വരുന്നു. പെണ്ണ് എവിടുത്തെയാ? അത് നമ്മുടെ ബസ് ഓണർ മുരളിയുടെ ചേട്ടന്റെ മകൾ. അതൊരു വെയിറ്റ് അല്ലേ? ആ AC റെസ്റ്റോറന്റ് ഉടമയുടെ മോളെന്ന് പറഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഹേയ്, റെസ്റ്റോറന്റ് ബസ്സിന്റെ അത്ര വരൂല. താനാണ് ഇതിന്റെ ഒക്കെ പിന്നിലല്ലേ? അല്ല, ഇതെന്റെ സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനിച്ച. ഏതായാലും വല്യേട്ടനോട് നീ ചെയ്തത് ഭയങ്കര തെറ്റായിപ്പോയി. ഒരു പ്രായച്ചിത്തം വന്നോണം. ഞാനൊരു കാര്യം പറയാം, ബസ്സിന് വല്യേട്ടന്റെ പേരിട്ടാലോ? നാരായണ ബസ് സർവീസ്. എന്താ? മഹാബോറാണ്. താൻ പോടോ. ഞങ്ങളുടെ വീട്ടുകാരത്തിൽ തനിക്കെന്ത് കാര്യം? വീട്ടുകാരാണ് ഈ രണ്ടേട്ടന്മാരെ പേര് ഇരുന്നോട്ടെ. നാരായണകുമാര ഫാമിലി ട്രാൻസ്പോർട്ട് ആക്കിക്കാലി. ബാബുമോന്റെ കാല് കണ്ടതിന് ശേഷമാണ് ഇവിടെ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായത്. ബാബുമോൻ ട്രാവൽസ് എന്നാക്കിയാലോ? അതെ, ഒരു ഓമനത്തോണ്ട്. ഇവിടെ ആദ്യമായിട്ടുണ്ടായ കുട്ടി സുനിതയല്ലേ? സുനിതമോൾ ട്രാൻസ്പോർട്ട് സർവീസ് എന്നായാലും കുഴപ്പമൊന്നുമില്ല. ബസ്സിന് മനുഷ്യന്മാരുടെ പേരിടുന്നത് ശരിയല്ല. നമ്മുടെ കുടുംബം കരകയറിയത്, നമ്മുടെ കടങ്ങളൊക്കെ വീട്ടിയത്, ചേട്ടന്മാരൊക്കെ രക്ഷപ്പെട്ടത്. എന്തിന്? എനിക്ക് ഈ ബസ് മേടിക്കാനുള്ള യോഗം തന്നെ ഉണ്ടായത് എല്ലാം ഗൾഫിലെ പണം കൊണ്ടാണ്. അതുകൊണ്ട് ആരും എതിര് പറയരുത്. നമുക്ക് ഗൾഫ് മോട്ടോഴ്സ് എന്ന് പേരിടാം. അത് കലക്കി. മുന്തിയ പേര് ഗൾഫ് മോട്ടോഴ്സ്. ഹംസേ, ബോർഡിന്റെ വലിപ്പം കുറച്ച് കുറഞ്ഞു പോയില്ലേ? ബോർഡ് പിന്നെ ബസ്സിന്റെ അത്ര വലിപ്പുണ്ടാവും. ഒരു ബസ്സിന്റെ ഓഫീസിന് ഈ ബോർഡൊക്കെ തന്നെ ധാരാളം. ഒരു ബസ് ഇപ്പോ നാളെ അത് 4, 10, 50 ഒക്കെ ആയിക്കൊടുന്നില്ലല്ലോ. സഹായിക്കട്ടെ. അതെ. ഈ ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് ബാക്കി ബസ് ഓണേഴ്സിനെ കൂടെ വിളിക്കായിരുന്നു അല്ലേ? അതൊക്കെ വലിയ ചെലവുള്ള സംഗതിയല്ലേ. ആ, നമുക്ക് നേരെ മട്ടത്തിൽ അങ്ങനെ പോയാ പോരാ. പിന്നെ കണ്ടക്ടർ പണിക്ക് പലരും എന്റെ അടുത്ത് വന്ന് മുട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ആരെന്നെ ആരും ശരി 10,000 റുപ്യ കുറഞ്ഞ ആരോടും ഡിപ്പോസിറ്റ് വാങ്ങണ്ട. ചേച്ചേ, എന്താ ഹംസ പറയുന്നത്? പാവം തൊഴിലാളികള്. ഹംസയ്ക്കറിയോ, ഇപ്പോ ഞാനൊരു ബസ് ഓണറാണ്. അടിസ്ഥാനപരമായിട്ട് ഞാൻ ഒരു തൊഴിലാളിയാണ്. ഡിപ്പോസിറ്റ് വാങ്ങിയാല് കണ്ടക്ടേഴ്സിന് ഓണേഴ്സിനോടുള്ള ഈ ആത്മാർത്ഥത കുറയും. ഇനിയെങ്കിലും ഹംസ ഒരു കാര്യം മനസ്സിലാക്കണം. ഏതൊരു കമ്പനിയിലും അതിന്റെ നിലനിൽപ്പ് അവിടുത്തെ തൊഴിലാളികളുടെ ആത്മാർത്ഥതയാണ്. മനസ്സിലായോ? ഞാൻ നാട്ടുകാർക്ക് പറഞ്ഞേ ഉള്ളൂ. ആയിരക്കണക്കിന് തൊഴിലാളികൾ ഇവിടെ തൊഴിലില്ലാതെ അലയുന്നു. ഒരു 50 പേർക്കെങ്കിലും തൊഴിൽ കൊടുക്കാവുന്ന ഒരു കമ്പനിയാക്കി ഇതിനെ മാറ്റണമെന്നാണ് എന്റെ ആഗ്രഹം. നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ ബസ് വാങ്ങി. എന്റെ പാർട്ടിയേഴ്സിന്റെ മുമ്പ് ഞാൻ നാറി പോട്ടെ. ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കുകയാണ്, അതിൽ നീ തള്ളിക്കളയാണെങ്കിൽ ഇനി ഒരിക്കലും നിന്നെ ഉപദ്രവിക്കില്ല. കുമാരേട്ടൻ അത്രമാത്രം അന്യനായിട്ട് എന്നെ കാണരുത്. കാശും പണമൊന്നുമല്ല. എന്റെ പാർട്ട്നേഴ്സിന് വളരെ വേണ്ടപ്പെട്ട ഒരു ഡ്രൈവറും കണ്ടക്ടറും ഉണ്ട്. അവർക്ക് നീ ജോലി കൊടുക്കണം. പറ്റില്ലേ പറഞ്ഞു? അല്ല, ആത്മാർത്ഥതയും കഴിവും ഉള്ളവരാണെങ്കിൽ മിടുക്കന്മാരാണ്. എങ്കിൽ പ്രശ്നമൊന്നുമില്ല അല്ലേ? ഡ്രൈവർ എന്ന് പറഞ്ഞാൽ 20 വർഷം കുന്നിലും മലയിലും ട്രക്കോടിച്ച് തഴക്കവും പഴക്കവും വന്ന എക്സ് മിലിറ്ററി ഡ്രൈവർ ചാത്തുട്ടി. അങ്ങേയറ്റം ആത്മാർത്ഥതയും
സത്യസന്ധതയും ചുറുചുറുക്കുമുള്ള കണ്ടക്ടർ വത്സൻ. പിന്നെ ദയവ് ഇത് കിളിന്റെ കാര്യം പറയരുത്, അതിന് ഞാനുണ്ട്. ആ പോട്ടെ, റൈറ്റ്. അമ്പലക്കടവ് ആളിറങ്ങ. എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ പറയാൻ മടിക്കരുത് കേട്ടോ. വത്സ, എന്തോ എങ്ങനെയുണ്ട് കളക്ഷൻ? തുടങ്ങുന്ന ദിവസമല്ലേ മുതലാളി, ഏതായാലും മോശം വരില്ലാന്ന് തോന്നുന്നു. ലഗേജ് തീരെ കുറവാണല്ലേ? അങ്ങോട്ടുള്ള ട്രിപ്പിൽ നല്ല ലഗേജ് ഉണ്ടാവും, ഇങ്ങോട്ട് പിന്നെ നാട്ടുംപുറല്ലേ. ഈ ലഗേജിനൊക്കെ നല്ലോണം ചാർജ് ചെയ്തോ. അതെ, ഒട്ടും കുറയ്ക്കണ്ട. വണ്ടിക്ക് വല്ലാത്ത കുലുക്കുണ്ട്. സെൻട്രൽ ബോൾട്ടിന് ഒരു ഇതുണ്ടോന്നൊരു സംശയമുണ്ട്. ഏത് തകരാറ്? ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ആ, തൽക്കാലം ഇതിങ്ങനെ ഓടട്ടെ. പുതിയൊരു ബസ്സിനെ ഉടൻ തന്നെ ഞാൻ ബുക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. ഡ്രൈവറെ സ്പീഡ് തീരെ പോരാട്ടോ. നമ്മളാരാണാവോ? ആരാ? മുതലാളിയുടെ. അല്ലെന്ന് നിങ്ങൾക്ക് വിസിലടിച്ചാ ചെവിടി വെക്കൂലേ? എത്ര വിസിലടിക്കണം തോന്നുന്നു നിർത്തി കിട്ടാൻ? ആവശ്യത്തിനടിച്ചാ കേക്കും. അതെ, ഈ പാസഞ്ചേഴ്സിനോട് നല്ല പെരുമാറ്റമായിരിക്കണം. അത് പിന്നെ ഞങ്ങളോട് പ്രത്യേകിച്ച് പറയണോ? ഞങ്ങൾ നല്ല ബെസ്റ്റ് പെരുമാറ്റം അല്ലേ? പിന്നെ മുരളി, ഒരു സെക്കൻഡ് ഒന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. അങ്ങോട്ടാണ്ട് വരണേ. ഞാനൊന്നൊരു ടാക്സിക്കാരനെ കണ്ട് ഓടിയില്ലേ, അയാൾക്കൊരു 1500 റുപ്യന്റെ പഴയ ഇടപാടുണ്ട്. എന്ത്? കൊച്ചി കോയമ്പത്തൂരൊക്കെ മുരളിനെ തരുന്ന വകയിലെന്ന്. അതിപ്പോ ഉണ്ടാവോ? നോക്കട്ടെ. ഈ പപ്പം വിശ്വാസിന് എന്തിനാ കൂടെ കൊണ്ട് ഇങ്ങനെ എടുക്കണേ? പാവം. പിന്നെ അല്ല, ഒന്നുമില്ല. അതെ, ഇവിടെ എത്ര സമയം ഹോൾട്ട് ഉണ്ടാവും? ബോൾട്ട് നാളെ കാലത്ത് മാറ്റിയപ്പോ. ബോൾട്ട് അല്ല, ഇവിടെ എത്ര സമയം ഹോൾട്ട് ഉണ്ടാവും? പുറപ്പെടുകയായി അല്ലേ? എന്നാ ഞാൻ പോയിക്കോട്ടെ, ഓഫീസിലെ ഒരുപാട് ജോലികളുണ്ട്. പിന്നെ എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. പോ. ഓക്കെ, ബൈ. ബൈ. ഒരു ബസ് ഓണർ ആവുകയെന്നൊക്കെ വെച്ചാ വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെയാ അല്ലേ മുരളിയേട്ടാ? എന്താ ഇത്ര സംശയം? നമ്മുടെ കണ്ണ് എല്ലായിടത്തും ചെല്ലണം. ഞാൻ പിന്നെ ഗൾഫിലൊക്കെ ആയിരുന്നോണ്ട് ഈ ഓഫീസിന്റെ ഇത് ഈ ടാക്സ് മീറ്റിംഗ് അതിലൊക്കെ നല്ല ഇതാണ്. ഇനിയിപ്പോ മധുരയിലൊന്ന് പോണം പുതിയ ബസ് എടുക്കാൻ. അപ്പൊ ഞാൻ മധുരയിൽ പോകുന്ന സമയത്ത് ഈ ഓഫീസ് ആര് നോക്കുന്നുള്ളതാണ് എന്റെ ഇപ്പോഴത്തെ ടെൻഷൻ. ഞാനുണ്ടല്ലോ. മുതലാളി ഉണ്ടോ? ഗൾഫ് മോട്ടോഴ്സിന്റെ മുതലാളി? യെസ്, മുതലാളി. അതെ, ഞാൻ തന്നെയാണ്. നമസ്കാരം. യെസ്. എന്റെ വീട് അമ്പലക്കടവിലാണ് സർ. ഓ, നമ്മുടെ ബസ് ഹോൾട്ട് ചെയ്യുന്ന സ്ഥലം. അതെ. ഞങ്ങളുടെ പുതിയ ബസ് വളരെ താമസിയാതെ തന്നെ ആ റൂട്ടിൽ ഓടി തുടങ്ങും. തൽക്കാലം പഴയ ബസ്. പാസഞ്ചേഴ്സ് നിങ്ങളൊക്കെ ഒന്ന് സഹകരിക്കണം. സോറി ഫോർ ദ ഇൻകൺവീനിയൻസസ്. ഞാനിവിടെ കോപ്പറേറ്റീവ് പ്രസിൽ അപ്രന്റീസാ. ചെറിയൊരു സ്റ്റൈപ്പൻഡ് കിട്ടും. അത് ഒന്നിനും തികയുന്നില്ല. ആദ്യത്തെ മുതലാളി എനിക്ക് കൺസെഷൻ തന്നിരുന്നു. ഇപ്പോഴത്തെ കണ്ടക്ടർ അത് അനുവദിച്ചില്ല. കണ്ടക്ടർമാരുടെ സ്വന്തം ഇഷ്ടത്തിനൊക്കെ ചെയ്യാനേ ഈ മുതലാളി സമ്മതിക്കത്തില്ല. എനിക്ക് ഹാഫ് കൺസെഷന് വേണ്ടി ഒരു പാസ് എഴുതി തന്നാ വലിയ ഉപകാരമായിരിക്കും. പാസ് പറ്റില്ല. നിങ്ങൾ വിദ്യാർത്ഥിയൊന്നുമല്ലല്ലോ, ആണോ? ഞാൻ പ്രിന്റിംഗ് പഠിക്കാണ്. ഈ പ്രസി ജോലി ചെയ്യുന്നവരും ബാങ്കിൽ പണിയെടുക്കുന്നവരൊക്കെ പാസ് ചോദിച്ചാലേ നാ പിന്നെ എല്ലാവർക്കും പാസ് കൊടുക്കേണ്ടി വരുമല്ലോ, അല്ലേ? കറക്റ്റ്. ഇപ്പൊ ഡീസലിന് എന്താ വില? സ്പെയർ പാർട്സിന് എന്താ വില? ഓയിലിന് എന്താ വില? അതെ അതെ. അപ്രന്റീസ് എന്ന് വെച്ചാ സ്റ്റുഡന്റ് തന്നെയാണ്. ഒന്നും പറയണ്ട.
ബസ്സിന് ഇറങ്ങിയതേ ഉള്ളൂ, അതിനു മുമ്പേ തുടങ്ങി. മുതലാളിയാണെങ്കിൽ പല പല ബിസിയാ. യെസ് യെസ്, പുതിയ ബുക്ക് അല്ല പുതിയ ബസ് ബുക്ക് ചെയ്യാൻ വേണ്ടി മധുരൈ പോണം. പിന്നെ കളക്ടറേറ്റ്, RTO ഓഫീസ്, പിന്നെ വേറെ ചില ആൾക്കാരെ കാണാനുണ്ട്. അങ്ങനെ വളരെ ബിസിയാണ്. നിങ്ങളൊന്ന് പോയി തന്നെ. ബഹളം വയ്ക്കൊന്നും വേണ്ട. ഞാൻ പിടിച്ചു പറിക്കാനും കക്കാനും വന്നൊന്നും അല്ലല്ലോ. പറ്റില്ലെങ്കിൽ അത് പറഞ്ഞ മതി. പറ്റില്ല. അല്പന അർത്ഥം കിട്ടിയ അർദ്ധരാത്രി കൊട പിടിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ അത് കണ്ടു. ഒരു തുക്കട ബസ്സും തുക്കട മുതലാളി. ഈ കുട്ടി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരു പാസ് കൊടുക്കാമായിരുന്നല്ലേ? മുരളിയേട്ടന്റെ മനസ്സ് പെട്ടെന്ന് അലിയുന്നതാ. ബിസിനസിന് അത് പറ്റില്ല. ഒരു മുതലാളിക്ക് എപ്പോഴും അതിൻ്റെതായ ഒരു ഗൗരവം വേണ്ടേ? അതെ. ലഗേജ് ഉണ്ടാവോ മോളില്? അത് എന്റെ ഒരു സ്വന്തം ചാക്ക. ബാക്കി കിട്ടിയില്ലേ? എന്തൊരു അക്രമം നോക്കി. വെറുതെ ഒരു മനുഷ്യർ ടാക്സി എടുത്തിന്റെ പിന്നാലെ എടുക്ക. നമ്മൾ എന്തായാലും കൊണ്ട് ആകാശത്ത് പറക്കാൻ പോവാ. ആഗ്രഹം ഉണ്ടാവില്ല ചാത്ത പിടിച്ച. ഹംസേ, ചാത്തക്കുട്ടി, നല്ല ലോഡ് ഉണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു. ഞാൻ പല പല ജംഗ്ഷനിലും ടാക്സിയിലും നോക്കായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഗൾഫ് മോട്ടോഴ്സിന് ജനങ്ങളുടെ ശ്രദ്ധ പിടിക്കാൻ കഴിഞ്ഞു. കളക്ഷൻ എങ്ങനെ? ലോഡ് ഉണ്ടായിരുന്നു, പക്ഷെ അധികവും സ്റ്റുഡൻസും പോലീസുകാരും RTO ഓഫീസിലെ ജീവനക്കാരും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് കളക്ഷൻ അല്ല, എന്നാലും മൊത്തം കളക്ഷൻ ഒരു 10,000 കവിയല്ലോ. ഈ എന്തിനാണ്ടതൊക്കെ അന്വേഷിച്ചെടുക്കണ്? അതിന് വേറെ അല്ല ഇവിടെ. മുരളി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്താ? ഈ ടാക്സി മുറിച്ച് നാട് മുഴുവൻ ചീറ്റിട്ട് എന്താ കാര്യം? ഈ ബസിന്റെ കളക്ഷൻ മുഴുവൻ കാറിന് കൊടുക്കേണ്ടി വരുമല്ലോ. ഒന്നുമില്ല, ഇന്ന് ഉദ്ഘാടന ദിവസം ആയതുകൊണ്ട് എടുത്തല്ലേ. നാളെ മുതൽ എല്ലാ ട്രിപ്പിലും ബസ്സിൽ ഞാനുണ്ടാവും. ഞാനും. ഈ ഓണറും പാസഞ്ചേഴ്സും തമ്മിൽ നല്ലൊരു ബന്ധം സ്ഥാപിക്കുന്നത് എപ്പോഴും നല്ലതാ. അല്ലേ വത്സ? അതെ അതെ. ഓ, ബസ്സാണല്ലേ? ഹലോ ഹലോ, അത് വേണ്ട കേട്ടോ. ആര് പറഞ്ഞിടാ മനുഷ്യന് മാർഗതടസ്സം സൃഷ്ടിക്കാൻ ബസ് ഇവിടെ കൊണ്ടിടാൻ? നാളെ മുതൽ ബസ് ഇവിടെ കൊണ്ടിട്ട ഞാൻ അതിനെ ഇടിച്ച് തല്ലിപ്പൊളിയാക്കും. നോക്കിക്കോ, ഞാൻ ആരാണെന്നറിയാവോടാ? ഞാനിവിടെ വന്നേ പിന്നെ വെട്ടാക്കുളം വെട്ടിച്ച്, ഞാനിവിടെ വന്നേ പിന്നെ. ഈ നാട് അത്ര സുഖകരമാണെന്ന് തോന്നുന്നില്ലല്ലോ. അയ്യോ ഇല്ല, ഒരു പ്രോബ്ലം ഇല്ല. എല്ലാരും വളരെ ഹാപ്പിയാണ്. കണ്ടില്ലേ?